നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി.കെ. ചെറിയൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ്, കോഴിക്കോട് നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ അതിവേഗ റെയിൽ പാത എന്ന പ്രൊജക്റ്റിനെ കുറിച്ചാണ്. റെയിൽ പുതിയ സർക്കാർ ഡീനോട്ടിഫൈ ചെയ്തു, മഞ്ഞക്കുറ്റികൾ ചരിത്രമായി. പക്ഷേ ശ്രീധരൻ, അതായത് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ ചീഫ് മിനിസ്റ്റർ ഒരു അതിവേഗ പാതയുടെ പ്ലാൻ സമർപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ദാമോദർ, എൻ്റെ ബേസിക് സംശയം, കേരളത്തിന് 4 എയർപോർട്ടുകളുണ്ട്. അതായത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. അതായത് എല്ലാ റീജിയൻസും കവർ ചെയ്യുന്നു. മലബാർ റീജിയനിൽ 2 എയർപോർട്ട് ഉണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് അതിവേഗ പാത എന്ന് പറഞ്ഞ് റെയിൽവേ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊന്ന് ചോദിക്കാൻ കാരണം, അതിവേഗ പാതകൾ എവിടെയൊക്കെയാണ് ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കുവാണെങ്കിൽ ഇത് 2 ഇൻഡസ്ട്രിയൽ കോറിഡോർസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ പോലും അത് ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് അഹമ്മദാബാദും ബോംബെയുമായിട്ടാണ്, സൂറത്തിൽ കൂടി. അത് അഹമ്മദാബാദാണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേന്ദ്രം. അതിൻ്റെ തലസ്ഥാനം ബോംബെ ആണെങ്കിലും സൂറത്താണ് ഡയമണ്ട്സും മറ്റു ഹൈ എൻഡ് ട്രേഡിങ് നടക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ മോഡിജി എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും അദ്ദേഹം ഇതുകൂടെ കണക്കിലെടുത്താണ്. എനിക്ക് തോന്നുന്നത് ജപ്പാൻകാർ പോലും പറയും ഇന്നടത്തൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ സിറ്റുവേഷനിൽ അതിവേഗ പാത എന്ന് പറയും ജപ്പാൻകാരും ചൈനക്കാരും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു കേരളത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഒരു തരത്തിൽ വലിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്? ഇതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ? കേരളത്തിൽ ഞാൻ പറയുന്ന കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വായു ഗുളിക മേടിക്കാൻ 3 മണിക്കൂർ കൊണ്ട് ഒരറ്റത്തു നിന്ന് മറ്റടുത്ത് എത്തി ഗുളിക മേടിച്ച് തിരിച്ച് അമ്മയ്ക്കോ അച്ഛനോ കൊണ്ട് കൊടുക്കേണ്ട ഒരു ഗതികേട് കേരളത്തിൽ ഹെൽത്ത് വൈസ് ആയിട്ടെങ്കിലും ഉണ്ടോ? അതൊക്കെ അതുപോലെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്താണ് ഇതിൻ്റെ റാഷണൽ? എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിഫിക്കേഷൻ അപ്പാർട്ട് ഫ്രോം എൻവയറമെന്റൽ ആൻഡ് അതർ ജസ്റ്റിഫിക്കേഷൻസ്. ഇതിനെക്കുറിച്ച് തോമസ് ഐസക്കിന്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, എന്തുകൊണ്ട് റെയിലിന്. അതിൽ അദ്ദേഹം ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിഫിക്കേഷൻ നൽകുന്നുണ്ട്. അത് പഴയ സെമി ഹൈ സ്പീഡ് റെയിലിന് വേണ്ടി, അതുപോലെ സിൽവർ ലൈൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്. ഈ സോഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും, നമുക്ക് അതിൻ്റെ സോഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൂറിസത്തെ സഹായിക്കും. ടൂറിസ്റ്റുകൾ, കേരളം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ, ടൂറിസം ഇക്കോണമിയാണ് കേരളത്തെ ഏറ്റവും കൂടുതലായതുകൊണ്ട് അവർ പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കോവളത്ത് വന്ന ആൾക്കാർക്ക് ആലപ്പുഴയ്ക്ക് ബാക്ക്വാട്ടറിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഇത് വളരെ സൗകര്യപ്രദമായിരിക്കും എന്നാണ് അവരുടെ ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ ടൂറിസം എക്കോണമിയെ പ്രോത്സാഹിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം എന്ന തരത്തിലാണ് ഇവർ പറയുന്നത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, കേരളത്തിന് സഞ്ചാര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള യാത്ര വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സാറ് പറഞ്ഞ വളരെ ശരിയാണ്. എൻ്റെ അകത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മുടെ മെട്രോ ഉണ്ട്. നമ്മുടെ എറണാകുളം മെട്രോ തൃശ്ശൂർക്ക് ആ ഭാഗത്ത് എക്സ്റ്റെൻഡ് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഡെയിലി കമ്മ്യൂട്ടേഴ്സ് അതായിരിക്കും ഗുണകരം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ അകത്തുള്ള ഇപ്പോൾ ഈ സാറ്റലൈറ്റ് സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഒരു നഗരത്തിന് ചുറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരെ വികസിപ്പിക്കാനുള്ള പ്രായോഗികമായിട്ട് തന്നെ നടപടിയെടുക്കുന്നതായിരിക്കും ഒരു ഗുണം എനിക്ക് തോന്നുന്നു. രണ്ടാമതായിട്ട് ഈ സർവീസസ് ഡീസെൻട്രലൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കുന്നത്. അതായത് എറണാകുളത്ത് കിട്ടുന്ന സർവീസ് കോഴിക്കോട്ട് കിട്ടുകയാണെങ്കിൽ കോഴിക്കോട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ സർവീസ് അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ അവരുടെ ഇന്നത്തെ പ്രത്യേകിച്ച് ഓൺലൈൻ കാലത്ത് നമ്മളിപ്പോൾ എന്തായാലും ഈ ഇന്ധനക്ഷാമമുള്ള കാലത്ത് പ്രധാനമന്ത്രി തന്നെ പറയുന്നു വർക്ക് ഫ്രം ഹോം ആക്കണം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. വെർച്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. വെർച്വൽ രീതികൾ അവലംബിക്കുന്ന സമയത്ത് സർവീസസ് കൂടുതൽ ഡീസെൻട്രലൈസ് ചെയ്യുന്ന രീതിയിലൊരു പ്രവർത്തനമായിരിക്കും കൂടുതൽ നമുക്ക് അഭികാമ്യമായിട്ടുള്ള കാരണം. മറിച്ച് അതിന് പകരം എന്താ പറയുക, ഫിസിക്കൽ ട്രാവലിലേക്ക് കൂടുതൽ പ്രാധാന്യം, ഫിസിക്കൽ ട്രാവൽ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിൽ ഉണ്ടാകുന്ന ദോഷം എന്ന് പറയുന്നത് അതിൻ്റെ എക്കണോമിക് കോസ്റ്റ് ചില്ലറയല്ല. ഒന്നതിന് കടം എടുക്കണം. സ്ഥലമെടുപ്പായി ബന്ധപ്പെട്ട് പഴയ പോലെ സ്ഥലമെടുപ്പായി നടക്കില്ല. സ്ഥലമെടുപ്പായി ബന്ധപ്പെട്ട് അവർക്ക് ഈ സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് കൂടി ഈ കിടപ്പാടം നഷ്ടവർക്ക് പ്രതിഷേധം അവർക്ക് ധാരാളം പണം നൽകേണ്ടി വരും.
ഇതിന് വലിയ തോതിലുള്ള സാമ്പത്തിക ചെലവും അതിൻ്റെ പരിസ്ഥിതി ഇമ്പാക്ട് സാറ് പറഞ്ഞത് വേറെ തന്നെ വിഷയം പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഹ്യൂജ് എക്കണോമിക് കോസ്റ്റും അതിൻ്റെ അകത്ത് ആ എക്കണോമിക് കോസ്റ്റിന് പിന്നെ നമുക്കിത് എങ്ങനെ ഏത് കാലം കൊണ്ടാണ് തിരിച്ച് റിട്ടേൺസ് ഉണ്ടാക്കുക. എന്തായാലും നമ്മൾ എന്താ പറയുക ഇതിൻ്റെ തിരിച്ചുള്ള റിട്ടേൺസിനെ കുറിച്ച് അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്ന ഒരു പ്രോജക്റ്റും സാധ്യമല്ല. കാര്യം പഴയ കാലത്ത് റോഡ് വികസനമല്ല. പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യം, ഇന്നിപ്പോൾ കേരളത്തിൽ ഈ 4 വരി പാത വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയന്തര ആവശ്യങ്ങൾക്കെല്ലാം റോഡ് വഴി പോകാനുള്ള ഓൾറെഡി ഒരു സംവിധാനം ഓൾറെഡി ദേശീയപാത വികസനമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ചുറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ എയർപോർട്ട് സംവിധാനം, അതേപോലെ ഡൊമസ്റ്റിക് എയർ ട്രാവൽ എങ്ങനെ വികസിപ്പിക്കാനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചാൽ വലിയ അത്യാവശ്യമുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ വല്ല അടിയന്തര മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരും ബിസിനസ് ട്രാവലേഴ്സിനൊക്കെ കൂടുതൽ പൈസ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കാം. പിന്നെ പഴയ പോലെ വ്യത്യസ്തമല്ല. നമ്മൾ ഈ തീവണ്ടിയുടെ കാലത്ത് തന്നെ സ്പീഡ് വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജനശതാബ്ദി വന്ദേ ഭാരത് എത്തുമ്പോഴേക്കും അതിൻ്റെ സ്പീഡ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ട്രെയിനിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും ആ ഫെസിലിറ്റി കൂടുതലും മെച്ചപ്പെടുത്താനും നോക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾക്ക് ഈ കോസ്റ്റ് ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് തന്നെയാണ് എക്കണോമിക് കോസ്റ്റ് നോക്കണം, അതിൻ്റെ സോഷ്യൽ ബെനിഫിറ്റ്സ് നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്തൊരു ഏകപക്ഷീയമായ ഇത് മാത്രമേ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം ബദൽ സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതെന്ന് വെച്ചാൽ അത് ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാനുള്ള സംവിധാനം അവർക്കാണ് പെട്ടെന്ന് എത്തണമെങ്കിൽ അങ്ങനെയുള്ള. അതേസമയം ട്രെയിനിൻ്റെ സ്പീഡ് കൂട്ടുന്ന ഒരു സംവിധാനം പ്രായോഗികമായിട്ട് നടന്നുകൊണ്ട് വരുന്നുണ്ട്. അത് എങ്ങനെ മാത്രമേ അത് വളരെ റിഡ്യൂസ്ഡ് ആയിട്ട് കോസ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ കേന്ദ്ര ഗവൺമെൻറ് വഹിക്കുന്ന പൈസയാണ്, അത് സഹായമാണ്. പിന്നെ നമ്മുടെ 4 വരി പാത, പിന്നെ നമ്മുടെ ഈ അടിസ്ഥാന റോഡ് സൗകര്യം, ഇപ്പോൾ ട്രാഫിക് ജാം എന്നൊക്കെ പറയുന്ന സാധനം ഈ നഗര കേന്ദ്രീകരണം, ആ ട്രാഫിക് ജാം പരിഹരിക്കാനുള്ള നഗര സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഓരോ നഗരത്തിൽ എത്ര ഞാൻ ഇപ്പോൾ ഈ കേരളയിൽ യാത്ര ചെയ്ത് വരുന്നു, ഈ ഹൈസ്പീഡ് യാത്ര ചെയ്യുന്നാലും നമ്മുടെ നഗരത്തിനകത്തുള്ള ഗതാഗതം സ്തംഭനാവസ്ഥയിലാണ്. കാര്യം അവിടെ അകത്ത് അപ്പോൾ ഇത് ഓടിപ്പടഞ്ഞ് നമ്മുടെ സ്ഥലത്തെത്തി അവിടുന്ന് നമുക്ക്, അതായത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വരെ വരുന്ന ഒരാൾക്ക് എന്താ പറയുക, അത് ദേശീയപാതയിൽ വേഗം എത്താൻ പറ്റും. 2 മണിക്കൂർ 2.5 മണിക്കൂർ എത്താൻ പറ്റി കഴിഞ്ഞാൽ പിന്നീട് നഗരത്തിനകത്ത് കയറി അവരുടെ ആ സ്പോട്ടിൽ പോകണമെങ്കിൽ അടുത്ത 2 മണിക്കൂറാണത്. അപ്പോൾ നഗരത്തിനകത്തുള്ള ട്രാഫിക് ജാം അതിനെ പരിഹരിക്കാം. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുമോ, പുറത്ത് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുക, ഇതൊന്നും ആലോചനയില്ലാതെ ഏകപക്ഷീയമായിട്ട് ഏക സൊല്യൂഷൻ ഇതാണെന്ന് ആലോചിക്കുന്നത് നമ്മുടെ ഈ കാലത്തുള്ള പല മാറ്റങ്ങളും സത്യം പറഞ്ഞാൽ വലിയ പുരോഗമന സംവിധാനമായിട്ട് നമ്മൾ ആൾക്കാരെ അവതരിപ്പിക്കുന്നത്. തോമസ് ഐസക് അവതരിപ്പിക്കുന്ന രീതി തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് തോട്ട് നിലയ്ക്കുക. ആ അഡ്വാൻസ് തോട്ട് നമ്മൾ ഈ വെർച്വൽ രംഗത്തുണ്ടായ മാറ്റം, നഗരവൽക്കരണത്തിനുണ്ടായ മാറ്റങ്ങൾ, ഗതാഗത സംവിധാനത്തിൻ്റെ മാറ്റം ഒന്നും പരിഗണിക്കാതെ ഇത് മാത്രം സൊല്യൂഷൻ വിളിക്കുന്നത് വളരെ പാർഷ്യൽ വീക്ഷണമാണ്, ഭാഗികമായ വീക്ഷണമാണ്. ഇതെന്തുകൊണ്ടാണ് സമയം മറ്റ് ഗതാഗത സൗകര്യങ്ങളും നമ്മൾ ആന്തരികമായ നഗരങ്ങൾ നേരിടുന്ന ഈ ഗതാഗത കുരുക്കളും ഒന്നും അഡ്രസ് ചെയ്യാത്ത തീരുമാനങ്ങളാണ് ഇതൊക്കെ. അതൊന്നും മാത്രമല്ല തോമസ്, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ഒരു ചെറിയ സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം ഇത് ഇത്രയും കൂടുതൽ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഉണ്ടാകുന്ന ഒരു സ്ഥലം വളരെ അപൂർവമായിരിക്കും ഇന്ത്യയിൽ. ഇത്ര വളരെ ജനസംഖ്യ പെരുപ്പമുണ്ട്, ജനസംഖ്യ വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സെമി അർബൻ സ്റ്റേറ്റാണ്. ഗ്രാമങ്ങൾ അവിടെ കാണാനേ ഇല്ല എന്ന് പറയും. അങ്ങനെയുള്ള പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള ഗ്രാമങ്ങൾ കാണാനേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് റോഡ് സേഫ്റ്റി, താങ്കൾ പറഞ്ഞുള്ള റോഡ് മാനേജ്മെൻറ്റ്, പിന്നെ ഇപ്പോൾ വർദ്ധിച്ചു വന്ന 4 വരി പാതകൾ, ഇതൊക്കെ ഉള്ള സമയത്ത് 85 കോടി, ഇപ്പം വി ശ്രീധരൻ പറഞ്ഞ അതിന് പോലും 85,000 കോടിയാണ്. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ വാർഷിക ബജറ്റ് പോലും അത്രയുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ആരോ കൊണ്ടുവന്ന ഒരു പൈപ്പ് ഡ്രീമാണ്. അത് കൊണ്ടുവന്ന് അത് ഒരു പാർട്ടി ഒരു ഗ്രൂപ്പ് നിന്ന് ഇങ്ങനെ ഇതിനു വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റു ഗ്രൂപ്പിനും അതിനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരിക്കുന്നു എന്നൊരു ഗതികേടിലേക്ക് അവരെ കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊന്നും ഫാക്ടറിയോട് ആരും ഫാക്ടറി ചെയ്യുന്നില്ല. ഈ ഏത് റെയിൽവേ ആണെങ്കിലും അതിന് ഇന്ത്യൻ റെയിൽവേസിൻ്റെ അനുമതി വേണം. അത് ഇന്ത്യൻ റെയിൽവേനെ എന്ന് പറഞ്ഞാൽ റെയിൽവേ നെറ്റ്വർക്ക് ഇന്ത്യയുടെ മൊത്തം കുത്തക അവരുടെ കയ്യിലാണ്. അതൊരു മന്ത്രാലയമാണ്, അതൊരു സോവറിൻ രാജ്യത്തിൻ്റെ ഒരു വിങ്ങാണ്. അവരും പെർമിഷൻ കൊടുക്കണം. അത് കൊങ്കൺ റെയിൽവേയുടെ കാര്യത്തിൽ ഡിഫൻസ് മിനിസ്ട്രി മൊത്തം സപ്പോർട്ട് ചെയ്തിട്ടെങ്കിലും 20-25 കൊല്ലം എടുത്തു. ജോ ഫെർണാണ്ടസിനെ പോലെ ഒരാൾ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി ശ്രീധരനെ ഏൽപ്പിച്ചിട്ടാണ് മന്ത്രിസഭയിൽ നിന്ന് പോയത്. അതിന് മൊത്തം കാരണം റെയിൽവേ, ജോർജ് ഫെർണാണ്ടസ് തന്നെ ഞാൻ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്,
പുള്ളി ഒരു പ്രസൻറ്റേഷൻ വിളിച്ചിട്ട് റെയിൽവേ ബോർഡ് അദ്ദേഹത്തോട് 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് റെയിൽവേക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് എന്നാണ് പറഞ്ഞത്, ഒറ്റ സ്ഥലത്തിൽ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ പാട് ഡൗൺ ആയിപ്പോയി. ഞാൻ വിചാരിച്ചു അവർ എന്തെങ്കിലും പോസിറ്റീവ് സൊല്യൂഷൻ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു, കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ ശ്രീധരൻ ഒരു നോട്ട് കൊടുത്തു. അദ്ദേഹത്തിന് കൊങ്കണി ബാംഗ്ലൂരിന് ആയതിൻ്റെ മലയാളിയുടെ ഈ കുനിഷ്ഠ ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹത്തിന് ശരിക്കും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ശ്രീധരനെ വിളിക്കാൻ പറഞ്ഞു. ശ്രീധരൻ പറഞ്ഞു, സാർ ഇറ്റ് കൺ ബി ഡൺ ബട്ട് ഔട്ട്സൈഡ് ദ റെയിൽവേ സിസ്റ്റം. അങ്ങനെയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഉണ്ടാകുന്നത്. അപ്പം ഈ റെയിൽവേയുടെ ഈ ഒരു ഹിസ്റ്ററി ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ ഇറങ്ങിപ്പുറമാണ് കേരയിൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ആദ്യം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വളരെ കൃത്യമായൊരു സ്റ്റോറി ചെയ്തിരുന്നു. റെയിൽവേ മിനിസ്ട്രി ഹൈക്കോടതിയിൽ ഈ സമരം നടക്കുന്ന സമയത്ത് ഒരു അഫിഡവിറ്റ് കൊടുത്തു. അതിൽ വളരെ കൃത്യമായൊരു പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കൂട്ടി. ഇന്ത്യൻ എക്സ്പ്രസ് വളരെ കൃത്യമായ ഫ്രണ്ട് പേജ് കേരളയിലെ അനുമതി കൊടുക്കാൻ പോകുന്നില്ല എന്ന മട്ടിൽ അവർ ചെയ്തു. പക്ഷേ നാട്ടിൽ അത് എനിക്ക് തോന്നുന്നത് ഇത് ഒരുതരം ബിൽഡപ്പാണ്. ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ബിൽഡപ്പാണ്, യാതൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ നമ്മളെ കൊണ്ടുവന്നു, അതുകൊണ്ട് അത് നടന്നിരിക്കണം എന്നുള്ള ഇത് എനിക്ക് തോന്നുന്നത് വെറും എമോഷണൽ റെസ്പോൺസ് ടു എ മേജർ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് എ പ്രൊജക്റ്റ്. അത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും ആദ്യത്തെ മാസം തന്നെ ഈ ശ്രീധരനെ വിളിച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. കോൺഗ്രസ് എനിക്കൊന്ന് വൈറ്റ് പേപ്പർ, എക്കണോമിയെ പറ്റിയുള്ള വൈറ്റ് പേപ്പർ വരുമ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രി സതീഷിൻ്റെ ഇതൊക്കെ മാറ്റിവെക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുവരെ നമ്മൾ കാത്തിരിക്കാം. പക്ഷേ ഈ ഒരു കേരയിൽ ഭൂതത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സാക്ഷിയിൽ നിന്നും ഉച്ചാടനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരുന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ റോഡ് സേഫ്റ്റി, പിന്നെ മാത്രമല്ല താങ്കൾ നോട്ടീസ് ചെയ്തതെന്ന് അറിഞ്ഞൂടെ, ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ലൈഫിലെ ഒരു 3-5 വർഷം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഒരു ഫ്ലൈറ്റ് കയറി കോഴിക്കോട് വരാൻ നോക്കി, പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഞാൻ അവസാനം കോയമ്പത്തൂരിൽ ഇറങ്ങി കാറിൽ കോഴിക്കോട്ടേക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത് എയർലൈൻസ് പറയുന്നത് അതിന് തക്കവണ്ണമുള്ള ഒരു ട്രാവലിംഗ് എയർ ട്രാവൽ കൾച്ചർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് തക്കവണ്ണമുള്ള ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു കമ്പനി നടത്തുന്ന അല്ലെങ്കിൽ ഒരു സീനിയർ എക്സിക്യൂട്ടീവിന് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ ഇപ്പം ഡൽഹിയിൽ നിന്ന് ബോംബെ പോകുന്ന പോലെ എല്ലാ മണിക്കൂറിലും ട്രെയിനിൽ ഫ്ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, രാവിലെയും വൈകുന്നേരം പോലും ഇല്ല. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പം അവിടെ കേരയിൽ കൊണ്ടുവരിക, ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, പണം കൊണ്ടൊന്നും മറിക്കുക, പിന്നെ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, ആൾക്കാരുടെ പ്രശ്നം, ഇതൊക്കെയായിട്ട് എന്താണ് ഇതുവരെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു 20-25 വർഷത്തെ കേട്ടത്തിൽ ഏറ്റവും വലിയ ഈ കോഴിക്കോട് കളക്ടർ എന്ന ക്ലാപ്പൻ പ്രൊജക്ട് എന്ന് പറയത്തില്ലേ, ഞാനതിനെ കേക്ക് മുഴുവനും ക്ലാപ്പൻ പ്രൊജക്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം വെച്ചാൽ ഇതാണ് പ്രശ്നം. ക്ലാപ്പൻ്റെ സ്വപ്നം പോലെ എന്താ, ക്ലാപ്പൻ എന്ന കളക്ടർ ചെയ്ത പരിപാടികൾ പറയുന്നത് നടക്കാത്ത സംഭവങ്ങൾ കൊണ്ടുവന്ന് ആൾക്കാരെ മോഹിപ്പിച്ചിട്ട് പിന്നെ അത് സോഷ്യൽ ഇഷ്യൂ, പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൻ്റെ എക്കണോമിക് റിയാലിറ്റി, സോഷ്യൽ റിയാലിറ്റി പോട്ടെ, എക്കണോമിക് റിയാലിറ്റിയായിട്ട് എന്തെങ്കിലും ചേർച്ച ഉണ്ടോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? നമ്മളൊരു ഓവറോൾ വ്യൂ മാത്രം എടുത്താൽ മതി, ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ഒന്നാമതൊരു ഈ കാര്യം ഇപ്പോൾ ഈ ശ്രീധരനാണ് നമുക്ക് വളരെ വളരെ പരിണതപ്രജ്ഞനായ ആളാണ്. ഇദ്ദേഹത്തിന് ശേഷമുള്ള കാലത്തെ കൂടി നമ്മൾ ആലോചിക്കുന്ന അദ്ദേഹം വളരെ പ്രായമായിട്ടൊരു ആളാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ആവുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് പുതിയ ആൾക്കാരില്ല എന്നുള്ള ഈ മേഖലയിൽ, ഗതാഗത മേഖലയിൽ പുതിയ ആൾക്കാരൊന്നും നമുക്ക് പുതിയ എക്സ്പേർട്സും പുതിയ ആൾക്കാരൊക്കെ മലയാളികൾക്ക് ഇല്ല എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംഭവിച്ചോളം അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് വന്ന റെയിൽ ഗതാഗതമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ നമുക്കൊരു ഗതാഗത വിജ്ഞാനീയം, അതായത് നമുക്കൊരു മൊബിലിറ്റിയെ കുറിച്ച് വിജ്ഞാനം നമ്മുടെ കേരളത്തിലില്ല. അത് 25 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മൊബിലിറ്റി എങ്ങനെയായിരിക്കും, അത് റെയിൽ മാത്രമായിരിക്കണമെന്നില്ല, നമ്മൾ മറ്റു പല കണക്ടിവിറ്റികളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ റെയിലിലേക്ക് എന്ത് കേന്ദ്രീകരിക്കുന്നുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്,